NRA വാർത്തകൾ. ബഹ്റൈനിലെ മാലിന്യം ശരിയായ രീതിയിൽ മൂടാതെ കൊണ്ടുപോകുന്ന ട്രക്കുകൾക്കെതിരെ കർശന നടപടി. നിയമലംഘനം നടത്തുന്ന ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്കും വിവരം അറിയിക്കാം. മനാമ ക്യാപിറ്റൽ ട്രസ്റ്റീസ് അതോറിറ്റിയാണ് കർശന നിർദ്ദേശം നൽകിയത്. നിയമലംഘനങ്ങൾ കണ്ടെത്താനും പിഴ ചുമത്താനും ലക്ഷ്യമിട്ടുള്ള ക്യാമ്പയിൻ ആരംഭിച്ചതായി അതോറിറ്റി അറിയിച്ചു. 2019 പൊതുശുചിത്വ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. നിയമത്തിലെ ആർട്ടിക്കിൾ 9 അനുസരിച്ച് മാലിന്യം കൊണ്ടുപോകുന്ന ട്രക്കുകൾ നല്ല നിലയിൽ സൂക്ഷിക്കുകയും യാത്രക്കിടയിൽ മാലിന്യം പുറത്തേക്ക് വീഴുകയോ ചോരുകയോ ചെയ്യാത്ത രീതിയിൽ ഭദ്രമായി മൂടുകയും വേണം. ക്യാമ്പയിന്റെ ഭാഗമായി തലസ്ഥാന നഗരിയിലെ മാലിന്യ ട്രക്കുകളിൽ പതിവ് പരിശോധനകൾ നടത്തും. നിയമം ലംഘിക്കുന്നവർക്ക് പിഴ ചുമത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി. നഗരത്തിലെ ശുചിത്വം നിലനിർത്താനും മാലിന്യ സംസ്കരണ കരാറുകൾക്കിടയിൽ നിയമം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും ലക്ഷ്യമിട്ടാണ് ഈ നീക്കമെന്ന് ക്യാപിറ്റൽ ട്രസ്റ്റീസ് അതോറിറ്റി അറിയിച്ചു. തുറന്ന ട്രക്കുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ മുനിസിപ്പൽ ഹോട്ട്ലൈനുകൾ അറിയിക്കാനും അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അബുദാബി ഹൈവേകളിൽ മറ്റു വാഹനങ്ങളെ ശ്രദ്ധിക്കാതെ റോഡിലേക്ക് പ്രവേശിക്കുന്നവർക്ക് കനത്ത പിഴ. തെറ്റുവരുത്തുന്ന ഡ്രൈവർക്ക് 400 ദിർഹം പിഴയും 4 ട്രാഫിക് പോയിന്റുകളും ലഭിക്കുമെന്ന് അബുദാബി പോലീസ് അറിയിച്ചു. ഡ്രൈവർമാർ റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ വാഹനാപകടങ്ങൾ ഒഴിവാക്കാൻ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് അബുദാബി പോലീസ്. റോഡ് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാതെ പ്രവേശിക്കുന്നത് മൂലമുണ്ടാകുന്ന അപകടങ്ങൾ വർദ്ധിച്ചതോടെയാണ് പോലീസിന്റെ ഈ പുതിയ നിർദ്ദേശം. ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിൽ നടന്ന വെടിക്കെട്ട് കാണാൻ ആളുകൾ റോഡിന്റെ വശങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നു. അവിടെ നിന്ന് റോഡിലേക്ക് പ്രവേശിച്ച ഒരു വാഹനം പിന്നിൽ നിന്ന് വന്ന വലിയ വാഹനവുമായി കൂട്ടിയിടിക്കാൻ പോവുകയായിരുന്നു. അപകടം ഒഴിവാക്കാനായി വലിയ വാഹനം വെട്ടിച്ചു മാറ്റിയെങ്കിലും നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചാണ് അബുദാബി പോലീസ് ഈ സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയത്. നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി മോണിറ്ററിംഗ് ആൻഡ് കൺട്രോൾ സെന്ററുമായി സഹകരിച്ചാണ് അപകട ദൃശ്യങ്ങളുടെ ഈ വീഡിയോ പങ്കുവച്ചത്. റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കാതെ വാഹനം ഓടിക്കുന്നവർക്ക് 400 ദിർഹം പിഴയും 4 ട്രാഫിക് പോയിന്റുകളും ലഭിക്കുമെന്ന് പോലീസ് അറിയിച്ചു. വാഹനം ഓടിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ട്രാഫിക് ആൻഡ് സെക്യൂരിറ്റി പെട്രോൾ ഡയറക്ടറേറ്റ് ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പും നൽകി. റോഡിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് വേഗം കുറയ്ക്കുകയും റോഡ് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിമാനയാത്രയിൽ ഇക്കോണമി ഒഴികെയുള്ള ക്ലാസുകൾക്ക് ഇനി ചെലവേറും. പ്രീമിയം, ബിസിനസ്, ഫസ്റ്റ് ക്ലാസുകൾക്ക് GST 18% ഉയർത്തി. ബിസിനസ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ് മാത്രമല്ല, സാധാരണക്കാർ ഉപയോഗിക്കാറുള്ള പ്രീമിയം ഇക്കോണമി ക്ലാസിനും നികുതി 18% ഉയർത്തി. നിലവിലിവയ്ക്ക് 12% നികുതി. ഇന്ത്യയിൽ പ്രീമിയം ഇക്കോണമി സേവനം നൽകുന്നത് എയർ ഇന്ത്യ മാത്രമാണ്. ഇക്കോണമി ക്ലാസ്സിൽ യാത്രാക്കൂലിക്കുള്ള GST 5% തുടരും. എന്നാൽ ബിസിനസ് ക്ലാസിനും ഇക്കോണമിക്കും ഇടയിലുള്ള പ്രീമിയം ഇക്കോണമി വിഭാഗത്തിന് നികുതി കൂട്ടിയത് പല യാത്രക്കാരെയും ബാധിക്കും. മെച്ചപ്പെട്ട ലെഗ് സ്പേസ്, കൂടുതൽ ഭക്ഷണ ഓപ്ഷനുകൾ, ബോർഡിംഗ് ബാഗേജ് മുൻഗണന തുടങ്ങിയ സൗകര്യങ്ങളാണ് ഈ ക്ലാസിന്റെ പ്രത്യേകത. പ്രീമിയം യാത്രകൾക്ക് നികുതി കൂട്ടിയതിനെതിരെ രാജ്യാന്തര വ്യോമഗതാഗത സംഘടന IATA പ്രതിഷേധിച്ചു. തീരുമാനം ന്യായീകരിക്കാനാവാത്തതും ഗുണം ചെയ്യില്ലെന്നും സംഘടന വ്യക്തമാക്കി. 2017 8.6% സേവന നികുതി ആയിരുന്നിടത്ത് ഇപ്പോൾ 18% ഉയർത്തിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.